MDMA-യുമായി പിടിയിലായ യൂട്യൂബർ റിൻസി മുംതാസിന്റെ ലഹരി കച്ചവടത്തിന് ഞെട്ടിക്കുന്ന തെളിവുകൾ 24-ന്. ഉപഭോക്താക്കൾക്ക് മയക്കുമരുന്നിന്റെ ചിത്രങ്ങൾ വാട്സാപ്പിലൂടെ അയച്ചു കൊടുത്തുവെന്ന് കണ്ടെത്തി. ലഹരി കച്ചവടത്തിന് റിൻസി നടത്തിയ വാട്സാപ്പ് സന്ദേശങ്ങളുടെ പകർപ്പ് 24-ന് കിട്ടി. 24 ബിഗ് ബ്രേക്കിംഗുമായി നമ്മുടെ ഈ ശ്യാംകുമാർ തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്യാംകുമാർ, ഇത് നല്ലൊരു ക്യാച്ച് ആണല്ലോ. കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. SKN സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ ടെക്കികൾ വരെയുള്ളവർക്ക് സ്ഥിരമായി ലഹരി കച്ചവടം നടത്തിയിരുന്ന ഒരു വലിയ ഇടപാടുകാരിയെയാണ് കൊച്ചി ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത് കഴിഞ്ഞ ദിവസം. ഇവരെ വയനാട്ടിൽ നിന്ന് മറ്റൊരു മയക്കുമരുന്ന് കേസിൽ ഒരു സംഘത്തെ പിടികൂടി. അവരാണ് അവരുടെ കയ്യിൽ നിന്ന് കൊച്ചിയിലേക്ക് സ്ഥിരമായി ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് വാങ്ങുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന റിൻസിയുടെ വിവരങ്ങൾ നൽകിയത്. അങ്ങനെയാണ് പാലച്ചൂട് നിന്ന് അവരുടെ കമ്പനി വാടകയ്ക്കെടുത്ത് കൊടുത്ത ഫ്ളാറ്റിൽ നിന്ന് റിൻസിയെ പിടികൂടുന്നത്. ഈ സമയത്ത് റിൻസിയുടെ കയ്യിൽ 20 ഗ്രാമിലധികം MDMA ഉണ്ടായിരുന്നു. പക്ഷേ ഈ റിൻസിയുടെ വാട്സാപ്പ് കച്ചവടം പരിശോധിച്ച പോലീസുകാർ പോലും ഞെട്ടിപ്പോയിരിക്കുകയാണ്. പ്രതിദിനം 1.5 ലക്ഷം 2 ലക്ഷം രൂപയുടെ ഇടപാടുകളാണ് റിൻസി നടത്തിയിരുന്നത്. അതിൻ്റെ പണം കൈമാറിയതിൻ്റെ രേഖകൾ ഉൾപ്പെടെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഓരോരുത്തരും 50,000 രൂപ 40,000 രൂപയ്ക്കൊക്കെയാണ് ഈ റിൻസിയുടെ കയ്യിൽ നിന്ന് ലഹരി വാങ്ങിയിരുന്നത്. റിൻസിയാണ് ബാംഗ്ലൂരിൽ നിന്ന് ലഹരി വാങ്ങാൻ പണം നൽകുകയും യാസർ റാഫത്ത് എന്ന ഈ കേസിൽ പിടിയിലായ രണ്ടാമനാണ് ഈ കച്ചവടം നടത്തുകയും ചെയ്യുന്നത്. ഇതിൽ ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളതും കൊക്കൈൻ ഉൾപ്പെടെയുള്ള മാരക ലഹരികൾ എത്ര ഗ്രാമാണെങ്കിലും വിതരണം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. തൻ്റെ കയ്യിൽ 5 കിലോ നിലവിൽ MDMA ഉണ്ട് എന്ന് റിൻസി ഈ ചാറ്റിൽ പറയുന്നുണ്ട്. അത് ആവശ്യമെങ്കിൽ 24 മണിക്കൂറും എത്തിച്ചു നൽകാം എന്ന് റിൻസി പറയുന്നു. ഇതിനു പുറമെ റിൻസിയെ ചോദ്യം ചെയ്തപ്പോൾ സിനിമാ മേഖലയിലുള്ള ചിലർക്ക് സ്ഥിരമായി ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകാറുണ്ടായിരുന്നു എന്ന് റിൻസി മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് ആർക്കൊക്കെയാണ് എന്നുള്ളത് പോലീസിൻ്റെ അടുത്ത ഘട്ട അന്വേഷണത്തിലാണ്. കൊച്ചിയിലെ DJ പാർട്ടികളാണ് റിൻസിയുടെ പ്രധാന ഒരു വിളനിലമെന്ന് പറയുന്നത്. അവിടെയാണ് റിൻസി പ്രധാനമായും വലിയ അളവുകളിൽ ഈ ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകിയിരുന്നത് എന്നും പറയുന്നുണ്ട് SKN. അങ്ങനെ 750 ഗ്രൂപ്പാണ് SKN ലഹരി കച്ചവടത്തിന് മാത്രമായിട്ട് ഈ 32കാരി കൈകാര്യം ചെയ്തിരുന്നതെന്ന് അവരുടെ വാട്സാപ്പ് ചാറ്റിൽ തന്നെ അവർ പറയുന്നു. ഇതൊക്കെ കണ്ട് ഞെട്ടിയത് സത്യം പറഞ്ഞാൽ പോലീസാണ്. കൊച്ചി നഗരത്തിൽ ഇത്ര വലിയൊരു ലഹരി ശൃംഖലയാണ് ഈ പെൺകുട്ടി കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളതാണ് പോലീസിനെ പോലും ഞെട്ടിച്ച ഏറ്റവും വലിയ ഘടകം. SKN അവരുടെ വാട്സാപ്പ് ചാറ്റുകൾ, ലഹരി കച്ചവടത്തിനായി അവർ ഉപയോഗിച്ച വാട്സാപ്പ് ചാറ്റുകളിൽ തന്നെ അവർ തന്നെ സമ്മതിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. അതിൽ ലക്ഷങ്ങളുടെ ലഹരി കച്ചവടം ആർക്കും എവിടെയും എത്തിച്ചു നൽകും. അങ്ങനെ വളരെ സുരക്ഷിതമായി ഒരു യൂട്യൂബർ എന്ന പേരിൽ അവർ നടത്തിയിരുന്ന ഈ ലഹരി കച്ചവടത്തിൻ്റെ വിവരങ്ങളാണ് അറസ്റ്റിലായതോടെ പുറത്തായത്. പക്ഷേ ഈ 2 പേരിൽ അറസ്റ്റ് തീരില്ല. ഇവരിൽ നിന്ന് സ്ഥിരമായി ലഹരി വാങ്ങിയിരുന്ന ആളുകൾ ഉൾപ്പെടെ ഇനിയും അറസ്റ്റിലാകാനുണ്ട്. സിനിമാ മേഖലയിൽ ലഹരി നൽകിയെന്ന് പറയുമ്പോൾ അത് ആർക്കൊക്കെ നൽകി, അത് വിൽപ്പന നടത്തിയവരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ കൊച്ചിയിൽ വീണ്ടും ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു വലിയ അറസ്റ്റിൻ്റെ നടന്നിരിക്കുന്നു. അതിൽ നടന്ന ലക്ഷങ്ങളുടെ ഇടപാട് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഈ കേസിൽ കൂടുതൽ അറസ്റ്റുകളാണ് SKN ഉണ്ടാകേണ്ടത്. താങ്ക് യു ശ്യാംകുമാർ. എന്തായാലും വലിയൊരു വിവരം, ഞെട്ടിക്കുന്നൊരു വിവരമാണ്. നമുക്കറിയേണ്ട ഒരു കാര്യം, കേരളത്തിൽ നമ്മൾ എത്രയധികം ബോധവൽക്കരണം നടത്തിയിട്ടും എത്ര കൂടുതൽ അറസ്റ്റുകൾ നടന്നിട്ടും എത്ര എക്സൈസും പോലീസും സജീവമായിട്ടും ഇപ്പോഴും കേരളത്തിലേക്ക് ലഹരി പ്രവാഹം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ SKN40യുടെ 2ാം ഘട്ടം നമ്മൾ വളരെ കാര്യമായി തന്നെ തുടരാൻ തീരുമാനിച്ചു. നമ്മൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും എക്സൈസ് വകുപ്പ് മന്ത്രിക്കും അതുപോലെ സംസ്ഥാന മുഖ്യമന്ത്രിക്കും നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും കത്ത് കൊടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷാകർതൃ സമിതിയും അതുപോലെ PTAയും ഒക്കെ അണിനിരത്തി കേരളത്തിൽ വലിയൊരു അവബോധത്തിൻ്റെ കൊടുങ്കാറ്റ് അഴിച്ചുവിടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അടുത്ത 27-ാം തീയതി രാവിലെ 11 മണി മുതൽ നമ്മുടെ മണിയിലെ മീഡിയ സിറ്റിയുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്ന് ജ്യോതിർഗമയ എന്ന പരിപാടി ആരംഭിക്കും. ജ്യോതിർഗമയ SKN40യുടെ 2ാം ഘട്ടമാണ്. കേരളത്തിലെ ജനങ്ങളിൽ പൊതുവേ കാണുന്ന ഇതിനെക്കുറിച്ചുള്ള ബോധക്കുറവ് പലരിലും ഉണ്ടെന്നറിയാം. വലിയൊരു അവബോധത്തിൻ്റെ കാറ്റ് കേരളത്തിൽ ഉണ്ടാക്കാനും ഇത്തരം ഈ രാസലഹരി കേരളത്തിൽ വിറ്റഴിച്ച ഒരു തലമുറയെ തന്നെ നശിപ്പിച്ച് കളയുന്ന മാഫിയ സംഘങ്ങളുടെ തായ്വേരറക്കാനും ലക്ഷ്യമിട്ടാണ് ഈ 2ാം ഘട്ടം നമ്മൾ ആരംഭിക്കുന്നത്. 27-ാം തീയതി രാവിലെ 11 മണിക്ക് ജ്യോതിർഗമയെ തുടങ്ങും. വെളിച്ചത്തിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയുള്ള ഈ പരിപാടിക്ക് എല്ലാവരുടെയും പിൻബലം വേണം. മാത്രമല്ല ഞായറാഴ്ച രാവിലെ 11 മണിക്ക് അമ്മമാരും അതുപോലെ രക്ഷകർത്താക്കളും പിതാക്കന്മാരും സ്കൂൾ അധികൃതരും പൊതുപ്രവർത്തകരുമെല്ലാം ഏത് രീതിയിലാണ് ഇതിനെ സമീപിക്കേണ്ടതെന്ന് വിദഗ്ധർ നയിക്കുന്ന ക്ലാസ്സുകൾ ഈ പരിപാടിയിൽ നമ്മൾ സംപ്രേഷണം ചെയ്യും. കുട്ടികളെ പ്രത്യേകിച്ചും ഈ 4-5 മണിക്കൂർ നേരം ഈ TV-യുടെ മുന്നിലോ ഫോണിൻ്റെ മുന്നിലോ പിടിച്ചിരുത്തണം. കാരണം അവരറിയേണ്ട കുറേ കാര്യങ്ങളും അമ്മമാർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളും അധ്യാപകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ തന്നെ വളരെ ഉത്തരവാദിത്തോടെ നമ്മളന്ന് സംപ്രേഷണം ചെയ്യും.
അതുപോലെ ഇതിൽ പെട്ടുപോയ ചില ആളുകൾ അവർ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പെട്ടുപോയതിനു ശേഷം അവരുടെ കുമ്പസാരം കൂടി ഈ പരിപാടി നമ്മൾ ഉൾപ്പെടുത്തും. വരും ദിവസങ്ങളിൽ എൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ 24/7 ഫ്ലവേഴ്സിൻ്റെയും സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ജ്യോതിർഗമയ അടുത്ത 27-ാം തീയതി രാവിലെ 11 മണി, ഞായറാഴ്ച രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നമ്മൾ തുടരും. കേരളത്തിലെ ഒരുപാട് ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 14 മിനിറ്റും 50 സെക്കൻഡും. ഇന്ന് വെള്ളിയാഴ്ച ജൂലൈ 11.